കൊറിയയുടെ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക യുദ്ധക്കപ്പലായ ചോ ഹയോണിൽ നിന്ന് തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകളും യുദ്ധവിരുദ്ധ മിസൈലുകളും വിജയകരമായി പരീക്ഷിച്ച് കിം ജോങ് ഉൻ. ഏപ്രിൽ 12-ന് നടന്ന ഈ പരീക്ഷണങ്ങൾ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നേരിട്ടെത്തി വിലയിരുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ സംയോജിത ആയുധ കമാൻഡ് സിസ്റ്റം, വിക്ഷേപണ നടപടിക്രമങ്ങൾ, നവീകരിച്ച നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യത പരിശോധിക്കുന്നതിനായാണ് 2 ക്രൂയിസ് മിസൈലുകളും 3 ആന്റി വാർഷിപ്പ് മിസൈലുകളും വിക്ഷേപിച്ചത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിന് മുകളിലൂടെ പറന്ന മിസൈലുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്രൂയിസ് മിസൈലുകൾ ഏകദേശം 7920 സെക്കൻഡ് വരെയും യുദ്ധവിരുദ്ധ മിസൈലുകൾ 1973 സെക്കൻഡ് വരെയുമാണ് ആകാശത്ത് സഞ്ചരിച്ചത്. ഈ പരീക്ഷണത്തോടൊപ്പം തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന 2 അധിക ഡിസ്ട്രോയറുകളുടെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളും സൈനിക ഉദ്യോഗസ്ഥർ കിം ജോങ് ഉന്നിന് വിശദീകരിച്ചു നൽകി. രാജ്യത്തിന്റെ ആണവ യുദ്ധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് കിം ജോങ് ഉൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു. ദ്രുതഗതിയിലുള്ള ആക്രമണശേഷിയും പ്രതികരണ സന്നദ്ധതയും മെച്ചപ്പെടുത്താൻ അദ്ദേഹം നാവിക കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി. 5000 ടൺ ഭാരമുള്ള ചോഹ്യോൺ ക്ലാസ് കപ്പലിൽ മുൻപും സമാനമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ കിമ്മിന്റെ സാന്നിധ്യത്തിലാണ് ഈ മിസൈൽ പരീക്ഷണത്തിന് ശേഷമുള്ള നിർണായക നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന ഉത്തര കൊറിയൻ വിക്ഷേപണങ്ങൾ അമേരിക്കയ്ക്കോ സഖ്യകക്ഷികൾക്കോ ഉടനടി ഭീഷണി ഉയർത്തുന്നില്ലെന്ന് US സൈന്യം പറഞ്ഞു. ഏറ്റവും പുതിയ പരീക്ഷണങ്ങളിൽ ആണവശേഷിയുള്ള ഹോസോങ് 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലസ്റ്റർ മുനിഷൻ വാർഹെഡ് സിസ്റ്റങ്ങളുടെ പ്രകടനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് KCNA പറയുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കാൻ താഴ്ന്ന ഉയരത്തിൽ പറക്കാവുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ പറക്കലിനായി രൂപകൽപ്പന ചെയ്ത റഷ്യയുടെ ഇസ്കാൻഡർ മിസൈലുകളാണ് ഇവയോട് സാമ്യമുള്ളത്. ഹ്രസ്വദൂര മിസൈലുകൾക്ക് അത്തരം വാർഹെഡുകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ശക്തിയോടെ 6.57 ഹെക്ടർ വിസ്തൃതിയുള്ള ഏതൊരു ലക്ഷ്യത്തെയും ചാരമാക്കാൻ കഴിയുമെന്ന് വിക്ഷേപണങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഉത്തര കൊറിയൻ സൈനിക അവകാശവാദങ്ങളെക്കുറിച്ച് ദക്ഷിണ കൊറിയയുടെ സൈന്യം ഉടൻ പ്രതികരിച്ചിട്ടില്ല. കൊറിയകൾക്കിടയിൽ തുടർന്ന സംഘർഷങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ വിക്ഷേപണങ്ങൾ. ഇത് ദക്ഷിണ കൊറിയയുടെ ഊഷ്മളമായ ബന്ധങ്ങൾക്കായുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 2019 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ സിയോളുമായും വാഷിംഗ്ടണുമായുള്ള എല്ലാ നയതന്ത്രങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അതിനുശേഷം ഏഷ്യയിലെയും US വൻകരയിലെയും US സഖ്യകക്ഷികൾക്ക് ഭീഷണിയായ ആണവ വാഹക ശേഷിയുള്ള മിസൈലുകളുടെ വികസനം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കാനും തന്റെ പ്രാദേശിക അടിത്തറ ശക്തിപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ തന്നെ റഷ്യ, ചൈന, അമേരിക്കയുമായി ഏറ്റുമുട്ടൽ ഏർപ്പെട്ടിരുന്ന മറ്റു രാജ്യങ്ങളുമായി കിമ്മും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും പുതിയ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് 2 ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ച രാജ്യത്തെത്തുമെന്ന് ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ARI കഴിഞ്ഞ മാസം ചോഹോണിൽ നിന്ന് 2 റൗണ്ട് മിസൈൽ പരീക്ഷണങ്ങൾക്ക് കിം മേൽനോട്ടം വഹിക്കുകയും തന്റെ നാവികസേനയുടെ ആണവായുധം ത്വരിതപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഞായറാഴ്ചത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം തന്റെ സർക്കാർ അതിന്റെ ആണവ ശക്തികളുടെ പരിധിയില്ലാത്ത വികാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രാജ്യത്തിന്റെ ആണവ ആക്രമണവും ദ്രുത പ്രതികരണ ശേഷികളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ചില പുതിയ ജോലികളിൽ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്റെ 3ാമത്തെയും 4ാമത്തെയും ഡിസ്ട്രോയറുകൾക്കുള്ള ആയുധ സംവിധാനങ്ങൾക്കുമായുള്ള പദ്ധതികളും അദ്ദേഹം അവലോകനം ചെയ്തുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതിനിടെ ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ തന്റെ മകളെ പിൻഗാമിയായി തെരഞ്ഞെടുത്തുവെന്നും ദക്ഷിണ കൊറിയൻ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കിം ജോങ് ഉന്നിന്റെ മകളായ കിം ചുവയാണ് അടുത്ത ഭരണാധികാരിയാകാൻ ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ ഇറാന് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചും കിം ജോങ് ഉൻ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.